അങ്ങനെ വീട്ടിൽ നിന്നും പോവാനായി. ഞങ്ങളിതെല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നീലൂടിൻ്റെ ഒരു ഡേ ഔട്ട് ആക്കാമെന്ന് വിചാരിച്ചു. നീലൂടിനിപ്പോൾ ചെറിയ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിലായതുകൊണ്ടും വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഞാൻ അവിടെ തന്നെ ഇരുത്തി. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. അന്ന് ഞങ്ങൾ അംബിക ഹോട്ടലിൽ പോയിരുന്നല്ലോ. പിന്നെ ഒന്ന് വിചാരിച്ചു അമ്മയിലും കൂടി പോയിട്ട് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ പ്രൈസ് വൈസും സൈഡ് കറികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അംബിക ഹോട്ടൽ തന്നെയാണ് കേട്ടോ ബെസ്റ്റ്, ടേസ്റ്റ് വൈസും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നീലൂട്ടനെ ഒന്ന് റിഫ്രഷ് ആക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ബ്ലൂ ഡയമണ്ട് മാൾ പോയി. ആൾക്ക് മാളിലൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിലും അതിലൂടെ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് നടക്കാം. പിന്നെ അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടേക്ക് ഒന്ന് കൊണ്ടുപോകാം, ചെറിയ ബോൾസൊക്കെ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഈ ഏജ് ഗ്രൂപ്പിന് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബോൾസിൻ്റെ ഉള്ളിലൊക്കെ കുട്ടി സ്വന്തം കയറി പോകാൻ നമ്മളേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ ബിജോ മസാജ് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ നെസ്റ്റോയിൽ വെറുതെ നീലൂട്ടൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ബിജോ വന്നിട്ടോ. അങ്ങനെ ഇതാ നീലൂട്ടൻ്റെ ഒരു അവക്കാഡോ ജ്യൂസൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് വെറുതെ കൈ കൊടുക്കുകയൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ മലാപ്പറമ്പ് ഒരു അടിപൊളി ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നല്ല അബൂദിയും ഒരു മസൂറിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് അത് കുടിച്ച് അപ്പോഴേക്കും നീലൂട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ ബിജോൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ടാറ്റാ.